ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഗ്രാഫ് തിയറിയിലെ 1.4 വെർട്ടെക്സ് ഡിഗ്രീസ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം ഒരു ഡെഫിനേഷനാണ് നോക്കാം. എൻ എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി ഈസ് സെഡ് ടു ബി ഇൻസിഡൻറ്റ് വിത്ത് ദി വെർട്ടെക്സ് വി ഇഫ് വി ഈസ് ആൻ എൻഡ് വെർട്ടെക്സ് ഓഫ് ഇ. ഇൻ ദിസ് കേസ് വി ഓൾസോ സേ ദാറ്റ് വി ഈസ് ഇൻസിഡൻറ്റ് വിത്ത് ഇ. എന്താ പറയുന്നത്? ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് വി എന്ന് പറയുന്ന വെർട്ടെക്സ് ആയിട്ട് ഇൻസിഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് എഡ്ജ് ഇയുടെ ഒരു എൻഡ് വെർട്ടെക്സ് ആയിരിക്കണം. നമ്മൾ നേരെ തിരിച്ചും പറയും വി ഈസ് ഇൻസിഡൻറ്റ് വിത്ത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇ ഈസ് ഇൻസിഡൻറ്റ് വിത്ത് വെർട്ടെക്സ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു എഡ്ജസ് ഇ ആൻഡ് എഫ് which are incident with a common vertex we are said to be adjacent. എന്താ പറയുന്നത്? രണ്ട് എഡ്ജസ് എപ്പോഴാണ് അഡ്ജസൻ്റ് ആകുന്നത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ട് എഡ്ജസ് അഡ്ജസൻ്റ് ആവണമെങ്കിൽ ആ രണ്ട് എഡ്ജസിനും ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ മുകളിലത്തെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് സി എന്ന് പറയുന്ന ഗ്രാഫ് നോക്കാം. അതിൽ ഈ ഒരു എഡ്ജ് ഇ എന്നും ഈ എഡ്ജ് എഫ് ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയെങ്കിൽ ഇവർക്ക് രണ്ട് പേർക്കും കോമൺ ആയിട്ടൊരു വെർട്ടെക്സ് ഇവിടെ കിട്ടുന്നുണ്ടല്ലേ, അല്ലേ? ഈ വെർട്ടെക്സ് ഇ എന്ന് പറയുന്ന എഡ്ജിൻ്റെയും എഫ് എന്ന് പറയുന്ന എഡ്ജിനും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും? ഇയും എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്ജസൻ്റ് എഡ്ജസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോട്ട് ദാറ്റ് ആൻ എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് വിത്ത് ഐദർ 1 or 2 വെർട്ടീസസ്. 1 if it is a loop. എന്താ പറയുന്നത്? ഒരു എഡ്ജ് ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ 2 വെർട്ടെക്സ് മാത്രമായിട്ടേ എന്താവുള്ളൂ? ഇൻസിഡൻ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറയുന്ന കേസ് വരുന്നത് ലൂപ്പിൻ്റെ കേസിലാണ്. ഒരു ലൂപ്പ് ഒരു വെർട്ടെക്സ് മാത്രമായിട്ട് എന്താവുന്നുള്ളൂ? ഇൻസിഡൻ്റ് ആവുന്നുള്ളൂ. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് എടുക്കുന്നു. ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് താഴെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ V2 എന്ന് പറയുന്നു. ഈ വെർട്ടെക്സ് എടുക്കുകയാണ്. ഈ വെർട്ടെക്സിന് ഈ ലൂപ്പ് കൺസിഡർ ചെയ്യാം, ഈ വെർട്ടെക്സും ഈ ലൂപ്പും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ V2 എന്ന് പറയുന്നതിനെ മാത്രമേ ആ ലൂപ്പ് ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇൻസിഡൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ലൂപ്പിൻ്റെ കേസിൽ ആ വെർട്ടെക്സ് ആ എഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വെർട്ടെക്സ് മാത്രമേ അവിടെ വരുള്ളൂ. വേറെ ഏത് എഡ്ജസ് എടുക്കുകയാണെങ്കിലും നമുക്ക് ലൂപ്പ് ഒഴികെ വേറെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അത് രണ്ട് വെർട്ടെക്സ് ആയിട്ട് ഇൻസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി whereas a vertex may be incident with any finite number including 0 of edges. വെർട്ടെക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വെർട്ടെക്സ് എത്ര എഡ്ജസ് ആയിട്ട് ഇൻസിഡൻ്റ് ആവാൻ പറ്റും? ഫൈനൈറ്റ് നമ്പർ, അല്ലെങ്കിൽ ഒരു എഡ്ജസ് ആയിട്ട് നമുക്ക് ഇൻസിഡൻ്റ് ആവാത്ത രീതിയിലും നോക്കാം. ഐസൊലേറ്റഡ് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സ് ഒരു എഡ്ജസ് ആയിട്ട് എന്താവുന്നില്ല? ഇൻസിഡൻ്റ് ആവുന്നില്ല. അപ്പോൾ അവിടെ 0 ആണ് വരാം, അല്ലേ? അപ്പോൾ നമുക്കൊരു എഡ്ജിൻ്റെ കേസ് നോക്കുമ്പോൾ 1 അല്ലെങ്കിൽ 2 വരുന്നുള്ളൂ. വെർട്ടെക്സിൻ്റെ കേസ് വരുമ്പോൾ 0, 1, 2 ഒരു ഫൈനൈറ്റ് നമ്പർ നമുക്കവിടെ പറയാനായിട്ട് പറ്റും. അതായത് വെർട്ടെക്സിൻ്റെ കേസിൽ ഒരു മാക്സിമം ഇത്രയേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ എഡ്ജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 അല്ലെങ്കിൽ 2 വരാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എങ്ങനെയാണെങ്കിലും എഡ്ജിൻ്റെ കേസ് ഇൻസിഡൻറ്റ് എഡ്ജിന് ഇൻസിഡൻ്റ് ആവാൻ പറ്റുന്ന നമ്പർ ഓഫ് വെർട്ടീസസിൻ്റെ എണ്ണം പോകുന്നു, അതിലും കൂടുതൽ 2നേക്കാളും കൂടുതൽ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനേഷനാണ്. ലെറ്റ് വി ബി എ വെർട്ടെക്സ് ഓഫ് ദ ഗ്രാഫ് ജി, ദ ഡിഗ്രി ഡി ഓഫ് വി ഓർ ഡി ജി ഓഫ് വി if we want to emphasize G of V is the number of edges of G incident with V. Counting each loop twice, that is, it is the number of times V is an end vertex of an edge. ഇത്രേ പറയുന്നുള്ളൂ. ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ വെർട്ടെക്സ് എത്ര എഡ്ജസ് ഒക്കെ ആയിട്ടാണ് ഇൻസിഡൻ്റ് ആവുന്നത്, ആ എഡ്ജസിൻ്റെ നമ്പറാണ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത്. അപ്പോൾ ആ എഡ്ജസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ എഡ്ജസിൽ ലൂപ്പ് വരുന്നുണ്ടെങ്കിൽ ലൂപ്പിനെ നമ്മൾ 2 തവണ കൗണ്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ താഴെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കാം. V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കാം. V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കുമ്പോൾ അവിടെ ഈ ഒരു എഡ്ജ് വരും, ഈ എഡ്ജ് വരും, ഈ എഡ്ജ് വരും. അപ്പോൾ V1ൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ് അല്ലേ? ഇനി V2 ആണെങ്കിലോ ഈ എഡ്ജ് വരും, ഈ എഡ്ജ് വരും, ഈ ലൂപ്പും വരും. അപ്പോൾ എത്ര വരും? 1 2 3 4. ലൂപ്പിന് നമ്മൾ ട്വൈസ് കൗണ്ട് ചെയ്യണം. അപ്പോൾ V2ൻ്റെ ഡിഗ്രി 4 ആയിരിക്കും. ഓക്കെ. ഇനി V3യുടെ ഡിഗ്രി എത്ര വരും? 1 2 3. 3 എഡ്ജസ് ആയിട്ടാണ് ഇൻസിഡൻ്റ് ആവുന്നത്. അപ്പോൾ V3യുടെ ഡിഗ്രി 3 ആണ്. ഓക്കെ. ഇനി V4ൻ്റെ ഡിഗ്രി 1 2 3. V4നും ഡിഗ്രി 3 തന്നെയാണ്. V5ന് 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ V5ൻ്റെ ഡിഗ്രി 1 ആണ്. ഓക്കെ. In the graph of figure 1.18 we have degree of V1 3, degree of V2 4, degree of V3 3, degree of V4 3, degree of V5 equal to 1. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ എക്സാമ്പിളിൽ നിന്ന് പല റിസൾട്ടുകളും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ റിസൾട്ടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതിൽ ഈ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G. അതായത് ഇവിടെ നമ്മൾ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രികളിൽ അവർ തമ്മിലെല്ലാതും സം ചെയ്യുമ്പോൾ ആ ഗ്രാഫിലെ എത്ര എഡ്ജസ് ഉണ്ടോ ആ എഡ്ജസിൻ്റെ ഡബിളായിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. ഓക്കെ. ദിസ് ഈസ് നോ കോയിൻസിഡൻസ് ബിക്കോസ് ഓഫ്. ഇനി നമ്മൾ അതൊരു റിസൾട്ടായിട്ട് പറയണം. ജനറലൈസ് ചെയ്ത് നമുക്ക് ആ കേസ് പറയാനായിട്ട് പറ്റും. എന്താണ്? ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കണം. ആ ഡിഗ്രികളുടെ സമ്മ് ആ ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ഡബിൾ ആയിരിക്കും. അതാണ് ഫസ്റ്റ് തിയറം, ദ ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി. For any graph G with E edges and n vertices V1 etc. Vn, summation over I equal to 1 to n d of Vi equal to 2e. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ഈച്ച് എഡ്ജ് സിൻസ് ഇറ്റ് ഹാസ് 2 end vertices contributes precisely 2 to the sum of the degrees. That is, when the degrees of the vertices are summed, each edge is counted twice. Note that even a loop contributes 2 although the two ends are identical. ഇത്രയാണ് പ്രൂഫ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. എഡ്ജിന് 2 എന്തുണ്ടായിരിക്കും? വെർട്ടിസസ് ഉണ്ടായിരിക്കും, എൻഡ് വെർട്ടിസസ് ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഈ വെർട്ടെക്സ് ഞാൻ V1 എന്നും ഈ വെർട്ടെക്സ് ഞാൻ V2 ആയിട്ട് എടുത്തു. V1ൻ്റെ ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ എഡ്ജ് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ V2ൻ്റെ ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെയിം എഡ്ജ് കൗണ്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു എഡ്ജ് തന്നെ ഇവിടെ എത്ര ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്? 2 ടൈംസ് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ തിയറത്തിൻ്റെ പ്രൂഫ്. നമ്മളിപ്പോൾ ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ ആ എഡ്ജിന് 2 വെർട്ടിസസ് ഉണ്ട്. ആ 2 എൻഡ് വെർട്ടിസസിലും ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ എഡ്ജ് കൗണ്ട് ചെയ്യും, അടുത്ത എൻഡ് വെർട്ടെക്സ് എടുക്കുമ്പോഴും നമ്മൾ ഈ എഡ്ജ് കൗണ്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ V1 എന്ന് പറയുന്ന കേസാണ് വരാം. ഏത്? ലൂപ്പിൻ്റെ കേസിലാകുമ്പോൾ V1 എന്ന് വരും. അപ്പോൾ V1 കൗണ്ട് ചെയ്യും. ഈ V1 എടുക്കുമ്പോൾ നമ്മൾ ഈ എഡ്ജ് കൗണ്ട് ചെയ്യും. ഈ V1 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഡ്ജ് കൗണ്ട് ചെയ്യും. അവിടെയും ഡബിളായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എഡ്ജിനെ തന്നെ 2 തവണ നമ്മൾ കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് വന്നത്? സമ്മേഷൻ ഓവർ I equal to 1 to n d of Vi എന്ന് പറയുന്നത് 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദി ഗ്രാഫ് G എന്ന് വന്നത്. ഓക്കെ. ഇനി അടുത്തതൊരു ഡെഫിനേഷനാണ്. ഓഡ് വെർട്ടെക്സിൻ്റെയും ഇവൺ വെർട്ടെക്സിൻ്റെയും ഡെഫിനേഷനാണ്. എ വെർട്ടെക്സ് ഓഫ് എ ഗ്രാഫ് ഈസ് കോൾഡ് ഓഡ് ഓർ ഇവൺ ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ്സ് ഡിഗ്രി ഈസ് ഓഡ് ഓർ ഇവൺ. എന്താണ്? ഒരു വെർട്ടെക്സ്
ഓഡാണെന്ന് പറയണമെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അതുപോലെ ഒരു വെർട്ടെക്സ് ഇവൺ ആണെന്ന് പറയണമെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഇവൺ നമ്പർ ആയിരിക്കണം. ഓക്കെ. ഇൻ ദി ഗ്രാഫ് G of figure 1.18, there is an even number of odd vertices. The vertices being V1, V3, V4, V5. അതായത് ഈ ഗ്രാഫിൽ ഓഡ് ഡിഗ്രി വരുന്ന 4 വെർട്ടീസസ് ആണ്. അതായത് ഓഡ് ഡിഗ്രി വരുന്ന ഈവൺ നമ്പർ ഓഫ് വെർട്ടീസസ് കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ എന്താണ്, നമുക്ക് V2 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിന് മാത്രമേ ഈവൺ ഡിഗ്രി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പുതിയ റിസൾട്ട് പഠിക്കാൻ പോവാണ്. കൊറോളറി 1.2. ഇൻ എനി ഗ്രാഫ് G there is an even number of odd vertices. എന്താ പറയുന്നത്? ഏത് ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ഗ്രാഫിൽ ഓഡ് ഡിഗ്രി വരുന്ന അല്ലെങ്കിൽ ഓഡ് വെർട്ടീസസ് വരുന്ന ഈവൺ നമ്പർ ഓഫ് വെർട്ടീസസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൂഫ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. W എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിൽ ഓഡ് വെർട്ടീസസും ക്യാപിറ്റൽ U എന്ന് പറയുന്നത് ഈവൺ വെർട്ടീസസിൻ്റെയും സെറ്റാണ്. ദെൻ ഫോർ ഈച്ച് സ്മോൾ ലെറ്റർ U belongs to capital U, D of U is even. And so summation U belongs to U, D of U being a sum of even numbers is even. അതായത് ഇവിടെ U എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ U എന്ന് പറയുന്നത് ഈവൺ വെർട്ടീസസ് ആണ് അല്ലേ? അപ്പോൾ ഈവൺ വെർട്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D of U എന്ന് പറയുന്നത് ഓരോ യുവും ഈ ക്യാപിറ്റൽ U എന്ന് പറയുന്ന സെറ്റിൽ ഓരോ വെർട്ടീസ് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഒക്കെ എന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ സെറ്റിൽ ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നത്. ഈവൺ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഈവൺ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സമ്മേഷൻ U belongs to U, D of U എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഒരു ഈവൺ നമ്പറാണെന്ന് കിട്ടി. ഇനി ഒരു വെർട്ടെക്സിന് ഒരിക്കലും ഓഡും ഈവണും ആവാനായിട്ട് പറ്റില്ല. ഐദർ ഇറ്റ് ഈസ് എൻ ഓഡ് ഓർ ഈവൺ. അപ്പോൾ നമുക്ക് യുവും W എന്ന് പറയുന്ന ഈ രണ്ട് സെറ്റ് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് സെറ്റ് ആയിരിക്കും. എന്നാൽ ആ സെറ്റിൽ നമ്മുടെ ആ ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സുകളും വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഈവൺ വെർട്ടീസസും ഓഡ് വെർട്ടീസസിനെയും സം എന്ന് പറയുന്നത് എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രികളുടെ സമ്മിനോട് ഈക്വൽ തന്നെയായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ U belongs to U, D of U പ്ലസ് സമ്മേഷൻ W belongs to W, D of W എന്ന് പറയുന്നത് സമ്മേഷൻ V belongs to V, D of V. അതായത് ആ ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രികളുടെ സമ്മിനോട് ഈക്വൽ ആണെന്ന് കിട്ടും. അതെന്തിനോട് ഈക്വൽ ആണ്? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ഗ്രാഫ് ജിയോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കാം. ഈ ഫസ്റ്റ് ടേം ഒരു ഈവൺ നമ്പറാണ്. ഈ ലാസ്റ്റ് ടേം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടുവിന് അപ്പുറത്തുള്ള 2e എന്ന് പറയുന്ന വാല്യൂം എന്ത് തന്നെയാണ്? ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതാണ്. ബൈ തിയറം 1.1 where V is the vertex set of G and E is the number of its edges. Thus summation W belongs to W, D of W equal to 2e minus summation U belongs to U, D of U. അപ്പോൾ എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടെ നോക്കുക, ഈ രണ്ട് നമ്പേഴ്സും 2e ഈവൺ നമ്പറാണ്, സമ്മേഷൻ U belongs to U, D of Uവും ഒരു ഈവൺ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അതിനർത്ഥം ഈ സമ്മേഷൻ W belongs to W, D of W എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ സമ്മേഷൻ W belongs to W, D of W എന്ന് പറയുന്നത് ഈവൺ നമ്പറാണെന്നാണ് കിട്ടിയത്. പക്ഷെ ഓരോ D of W എന്ന് പറയുന്നതും എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ അവരുടെ സമ്മ്, ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് ഈവൺ നമ്പർ ആവണമെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് വേണം? ഈവൺ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് ഈവൺ ആവുള്ളൂ. ഓക്കെ. ആസ് ഓൾ ദി ടേംസ് ഇൻ സമ്മേഷൻ W belongs to W, D of W are odd and their sum is even, there must be an even number of them. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടിസസിൻ്റെ എണ്ണം ഒരു ഗ്രാഫിൽ എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൂഫ് അതോടുകൂടി അവസാനിച്ചു. Note that it is not true in general that a graph must have an odd number of even vertices.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഓഡ് വെർട്ടീസസിൻ്റെ എണ്ണം എപ്പോഴും ഒരു ഇവൺ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ഇവൺ വെർട്ടീസസിൻ്റെ എണ്ണം എപ്പോഴും ഒരു ഓഡ് നമ്പർ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതിനൊരു എക്സാമ്പിളാണ് ഫിഗർ 1.19 കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാഫിൽ എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ എത്ര വെർട്ടീസസ് ഉണ്ട്? ഇവൺ നമ്പർ 4 വെർട്ടീസസ് അങ്ങനെ അതിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയാൻ പറ്റുക? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവൺ വെർട്ടീസസിൻ്റെ എണ്ണം ഒരു ഇവൺ നമ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് മുകളിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ടിരുന്നു ഫിഗർ 1.18. ഇവിടെ ഇവൺ നമ്പർ ഓഫ് ഇവൺ വെർട്ടീസസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ കേസിൽ 1ഉം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്ക്വയർ പോലത്തെയുള്ള ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് ഇവൺ വെർട്ടീസസിൻ്റെ എണ്ണം ഇവൺ നമ്പറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓഡ് വെർട്ടീസസിൻ്റെ എണ്ണം എപ്പോഴും ഇവൺ നമ്പർ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു ഇവൺ വെർട്ടീസസിൻ്റെ കേസ് പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് കെ റെഗുലർ ഗ്രാഫ്. If for some positive integer k, d of v equal to k for every vertex v of the graph G, then G is called k regular. ഒരു ഗ്രാഫ് ജിയിലെ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രിയും k ആണെങ്കിൽ ആ ഗ്രാഫിന് നമ്മൾ k regular ഗ്രാഫ് എന്ന് പറയും. എ റെഗുലർ ഗ്രാഫ് ഈസ് വൺ ദാറ്റ് ഈസ് k regular ഫോർ സം k. എന്താണ്? ഏതൊരു റെഗുലർ ഗ്രാഫ് എടുക്കുകയാണെങ്കിലും അത് ഫോർ സം ഇൻറ്റിജർ kക്ക് k റെഗുലർ ആയിരിക്കും. അതായത് റെഗുലർ ഗ്രാഫിനെ നമുക്ക് കെ റെഗുലർ എന്നും പറയാം. സിംപിളി നമ്മൾ അതിനെ റെഗുലർ ഗ്രാഫ് എന്നും പറയും. ദ ഗ്രാഫ് ഡ്രോൺ എബവ് ഈസ് ടു റെഗുലർ. അതായത് ഈ ഫിഗർ 1.19 ഈ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. അതുകൊണ്ട് ആ ഗ്രാഫ് എന്താണ്? 2 റെഗുലർ ഗ്രാഫാണ്. ദ കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ ഈസ് n-1 റെഗുലർ ആണ്. ഏതൊരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിലും വിത്ത് n വെർട്ടീസസിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും? n-1 റെഗുലർ ഗ്രാഫ് ആയിരിക്കും. അതുപോലെ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് വിത്ത് 2n വെർട്ടീസസ് എന്തായിരിക്കും? n റെഗുലർ ഗ്രാഫ് ആയിരിക്കും. ദ ഗ്രാഫ് G2 ഓഫ് ഫിഗർ 1.12 ഈസ് 3 റെഗുലർ ആസ് ഇസ് ദ ഗ്രാഫ് ഫിഗർ 1.11 ഓഫ് C. നോക്കാം 1.12 എന്ന് പറയുന്ന ഗ്രാഫ് നോക്കാം. ഓക്കെ, ഫിഗർ 1.12 ഇതിൽ നോക്കി നോക്കിയാൽ ഇതിലെ എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്? ഒരു 3 റെഗുലർ ഗ്രാഫാണ്. ഫിഗർ 1.11 C എന്ന് പറയുന്നത് ഇതാണ്. ഈ തന്നിരിക്കുന്ന 3 ഗ്രാഫുകളാണ്. ഈ ഗ്രാഫ് നോക്കി നോക്കിയാൽ ഇതിലെയും എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്താണ്? 3 ആണ്. അപ്പോൾ 3 റെഗുലർ ഗ്രാഫിന് എക്സാമ്പിളാണ് ഈ 3 ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ 1.4 ഇവിടെ അവസാനിക്കുകയാണ്. സെക്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.